ഭാവന നായികയായിരിക്കുന്ന പുതിയ സിനിമയാണ് അനോമി. ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടി ഭാവന. താൻ പുറമേക്ക് സന്തോഷം നടിക്കേണ്ടി വന്ന സാഹചര്യത്തെപ്പറ്റിയും തൻ്റെതായ ലോകത്തിലേക്ക് ഉൾവലിഞ്ഞതിനെ കുറിച്ചും സംസാരിക്കുകയായിരുന്നു നടി ഭാവന. സന്തോഷത്തിലാണെന്ന് നടിക്കുന്ന മോശം സ്വഭാവം എനിക്കുണ്ട്. ചെറിയ പ്രായത്തിലെ ഈ സ്വഭാവം എനിക്ക് വന്നതാണ്. ഈ രംഗത്തിലേക്ക് വന്നപ്പോൾ ആളുകൾക്ക് മുന്നിൽ സന്തോഷവതിയായും പ്രസൻ്റായും ഇരിക്കണമെന്ന ചിന്ത എനിക്കുണ്ട്. മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും ക്യാമറയും ആളുകളെയും കാണുമ്പോൾ സന്തോഷമായിരിക്കാൻ ഞാൻ എക്സ്ട്രാ എഫേർട്ട് ഇടാറുമുണ്ട്. അതിന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും സ്വാഭാവികമായും അത് വരും. 1.5 മാസം ഞാൻ എൻ്റെ സേഫ്റ്റി ബബിളിൽ ഇരുന്നു, പുറത്തു പോയില്ല. ആളുകൾ കാണാൻ ഞാൻ തയ്യാറായില്ല. എൻ്റെ കുടുംബത്തെയും അടുത്ത സുഹൃത്തുക്കളെയും മാത്രം കാണുന്ന കംഫർട്ടബിൾ സ്ഥലത്തേക്ക് ഞാൻ എത്തി. പുറത്തേക്ക് വരുമ്പോൾ എനിക്ക് ഉത്കൃഷ്ടയുണ്ടായിരുന്നു. കാറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ വല്ലാതെ മാനസികാവസ്ഥയിലായിരുന്നു. പക്ഷേ എപ്പോഴും ഈ അവസ്ഥയിലിരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എൻ്റെയും സിനിമയും റിലീസ് ചെയ്യുന്നു. ഈ സിനിമയിൽ എനിക്കൊരുപാട് വിശ്വാസമുണ്ട്. ഈ സിനിമയുടെ ടീമിനെ നിരാശപ്പെടുത്താൻ എനിക്കാകില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് വരാനില്ലെന്ന് പറയാനില്ല. അവർ സമ്മതിച്ചാലും ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ എനിക്കങ്ങനെ ചെയ്യാനാകില്ലെന്നും ഭാവന പറഞ്ഞു. മലയാള സിനിമയിൽ ഇന്ന് 5 വർഷം മാറി നിന്നതിനെ പറ്റിയും ഭാവന സംസാരിച്ചു. പ്ലാൻ ചെയ്തതല്ല ഒന്നും, മാറി നിന്നപ്പോൾ ഞാൻ കംഫർട്ടബിളായി. ആദം ജോണിന് ശേഷം ഞാൻ വിവാഹം ചെയ്തു, ബാംഗ്ലൂരിലേക്ക് മാറി. ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു, ഞാൻ അവിടെയും ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നും ഒന്നും തന്നെ ആശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. ആഷിഖ് ബാബു, പൃഥ്വിരാജ്, ജയസൂര്യ തുടങ്ങിയവർ സിനിമയുമായി സമീപിച്ചിരുന്നു. ഒരു മമ്മൂട്ടി ചിത്രവും വന്നു, പക്ഷെ ഞാൻ നോ പറഞ്ഞു. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. മലയാള സിനിമയിൽ ചെയ്യാനുള്ള പ്ലാൻ എനിക്കുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരുപാട് സിനിമകൾ എന്നെ തേടി വന്നു. പിന്നീട് പലതവണ പലരിലൂടെയും ഈ കഥയുമായി എന്നെ സമീപിച്ചപ്പോൾ താൻ കഥ കേൾക്കാൻ തയ്യാറായതും പിന്നീട് സിനിമ ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു എന്നും ഭാവന പറയുന്നു. താൻ സിനിമയിൽ നിന്നും മാറുന്ന സമയത്ത് തന്നെ വിളിച്ച് തന്നോട് സംസാരിച്ചതും തന്നോട് സിനിമയിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞ നടന്മാരെ പറ്റിയും നടിമാരെ പറ്റിയും എല്ലാം തന്നെ ഭാവന ഇതിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാവനയെ സപ്പോർട്ട് ചെയ്ത് നിരവധി ആരാധകർ തന്നെയാണ് രംഗത്ത് വന്നത്. നിങ്ങൾക്ക് ഭാവന ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.